ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് രാവിലെ തന്നെ ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയും സാമ്പാറും ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാം എന്ന് കരുതി. വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടോ. ഇന്ന് മീൻ കിട്ടിയ വത്തളും മൂർക്കോര എന്ന് പറഞ്ഞൊരു മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വത്തളൊക്കെ കൂടി ശരിയാക്കാണ്. അപ്പോൾ മുത്തച്ഛി പറഞ്ഞ് ഇന്ന് വത്തൾ കറി വെക്കാണ്ട, നാളെ വെക്കാടി, സാമ്പാർ തന്നെ ഉണ്ടാവും, കുറേ ഉണ്ടാവൂലേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആമൂർക്കോര നന്നാക്കി അത് മസാലയൊക്കെ പുരട്ടി മീനുള്ള ഇഞ്ചിയും വെള്ളുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടത് പുരട്ടി മാറ്റി വെച്ചതിന് ശേഷം ഉപ്പേരിക്കുള്ള അരിയാൻ വേണ്ടി ഉപ്പേരിക്കുന്ന അമരപ്പയറാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് നന്നായിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും നാരുണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അത് അരിഞ്ഞ് വെക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ വൃത്തികേടായിരുന്നു കേട്ടോ. പുറത്തത്തെ അടുക്കളയിലായിരുന്നു അരിഞ്ഞത്. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ നിന്ന് ക്ലീനാക്കി പിന്നെ അകത്ത് അടുക്കളയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റ്. അപ്പോൾ പിന്നെ അകത്ത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിന് പുറത്തെ കത്തി കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ പിന്നെ അകത്ത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ അകത്തെ റാക്കിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ എല്ലാം വലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് മാറ്റാണ്ട. രാവിലെ സാമ്പാറായിരുന്നു. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നുറുക്കിയതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ. പിന്നെ റാക്ക് ഫുള്ള് ക്ലീനാക്കാണ്, തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. കഷ്ണങ്ങളുടെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം മാറ്റി നമ്മുടെ പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായി മോറാനായിട്ട്. അങ്ങനെ അതൊക്കെ ഒതുക്കി വൃത്തിയാക്കി റാക്ക് ഒന്നുപോലെ നല്ലതുപോലെ തുടച്ചൊക്കെ വൃത്തിയാക്കി കിട്ടി. അതൊക്കെ വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഇന്നലെ ചോറ് ബാക്കി ഉണ്ടായിട്ട് അധികം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് നല്ലതുപോലെ കുറേ വെള്ളത്തിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. കാരണം ചോറ് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ചോറിന് കേടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് കഴുകി ഊറ്റി വെക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ പോയി കിട്ടിയാൽ പിന്നെ അതൊന്ന് അടുപ്പിലേക്ക് ഇടാമെന്ന് കരുതിയാൽ മറ്റേ ചോറ് ഒരു വേവാറാവുമ്പോഴേക്കും ഇതിടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി ഊറ്റി വെച്ചതിന് ശേഷം മീൻ പൊരിക്കാൻ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഒന്നും കൂടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വറ്റിച്ച് വെക്കലാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കൂടുതലും വറ്റിച്ച് വെക്കലാണ്. അപ്പോൾ അത് പിന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് വറ്റിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഉപ്പേരിക്ക് അതൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ്ട. അതങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റാണ്ട. നല്ലതുപോലെ ഒരു മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കൂട്ടാ. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കുറച്ച് മഞ്ഞൾ ചേർക്കും. അങ്ങനെ കുറേശ്ശെ അതിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം സവോളേൻ്റെ അകത്തായിരിക്കും ഉപ്പ് കൂടുതലുണ്ടാവുക. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടിമേലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ അതിലെല്ലാത്തിലും ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അങ്ങനെ പിന്നെ അത് സെറ്റാക്കി മൂടി വെച്ചിട്ടാണ്. അതങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ചോറ് ഒരുവിധം വെന്തിട്ടുണ്ട്, പകുതി മുക്കാലും. പിന്നെ ഈ ഊറ്റി വെച്ച അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് മാറ്റിയതിന് ശേഷം വത്തൾ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴുകി വാരി എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ മൂത്തച്ചി വന്നിട്ട് ഒന്നും കൂടി ഉപ്പേരി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി ഇളക്കി സെറ്റാക്കി പിന്നെ ഞാനും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം അതങ്ങനെ ഒന്നും കൂടി ആവട്ടെ എന്ന് കരുതി പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീനാക്കി ഉപ്പേരി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടാണ്. പിന്നെയുള്ള പരിപാടി പപ്പടം വറുക്കലാണ് കേട്ടോ. അത് പിന്നെ നോർമലി പറയും പോലെ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് പപ്പടം ഇട്ട് പൊരിച്ച് മാറ്റാം. ആ പാട്ട നിറച്ച് പപ്പടം ഉണ്ടാക്കും കേട്ടോ. അവിടെ എല്ലാവർക്കും പപ്പടം വലിയ ഇഷ്ടമാണ്. മൂത്തച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. എൻ്റെ കാക്കൂനും ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. എനിക്കത് ഇഷ്ടമല്ല. എനിക്കങ്ങനെ തിന്നണത് വലിയ ഇഷ്ടമല്ല. വല്ലപ്പോഴും തോന്നിയാൽ മാത്രം ഒരെണ്ണം കഴിച്ചാലേ ഉള്ളൂ കേട്ടോ. വലിയ താല്പര്യമില്ലത്. പിന്നെ അപ്പോഴേക്കും പപ്പടം പൊരിക്കൽ കഴിഞ്ഞപ്പം മീൻ വറ്റിക്കാൻ വെച്ചിട്ടോ. അങ്ങനെ പിന്നെ ചോറ് റെഡിയായി. പിന്നെ അത് ഊറ്റലായി. ഇങ്ങനെ തവിയിൽ ഊറ്റിയെടുത്തതിന് ശേഷം വലിയൊരു ചെമ്പട്ടി വെക്കും. അതിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അതിട്ട് ചോറൊന്ന് മൊരിഞ്ഞ് പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ആയിക്കഴിയുമ്പോഴാണ് ഇറക്കി വെക്കൽ. അതിനാണ് ഇവിടുത്തെ രീതി. നമ്മുടെ അവിടെ ഇങ്ങനെയല്ല കേട്ടോ. വടിച്ചെമ്പിൽ ഇങ്ങനെ വടിച്ചൂറ്റി വെക്കലൊക്കെയാണ്. അങ്ങനെ പിന്നെ ചോറൊക്കെ വെന്ത് ഇറക്കി മാറ്റി വെച്ചിട്ടാണ്. അങ്ങനെ മീൻ വറ്റിക്കാൻ വെച്ച് മീൻ നല്ലപോലെ തിളച്ച് വറ്റുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊന്നുമില്ല, ഇനി മീൻ പൊരിച്ച് ചോറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ